ലോകത്തിൽ അനേകം കോടി മനുഷ്യരുണ്ട്. എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണും. അതുപോലെ തന്നെ ദർശനങ്ങൾക്കും അവകാശമുണ്ട്. ഇതിൽ ചീത്തയുമുണ്ട്, നല്ലതുമുണ്ട്. ഈ ജീവിതത്തിന്റെ അനിശ്ചിതമായ പ്രവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം തെറ്റാണ്, വ്യക്തമാണ്, വർദ്ധിക്കേണ്ടതാണ്. ഞാനുമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് സഞ്ചരിച്ചു, പിന്നെ എഴുത്തുകാരനായി. വിവരക്കേടുകളും അനുഭവങ്ങളുമായിരുന്നു സമ്പത്ത്. അവർ എൻ്റെ അടുത്ത് വരുന്നു, തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു, അവരോടൊപ്പം ചിരിക്കുന്നു. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിന്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. പിന്നെ വേറെ ചെറിയ വിശേഷമുണ്ട്. ഈ തലവലപ്പമ്പിന് തലവലപ്പമ്പ് മൂവാറ്റുപുഴാറിന്റെ തീരത്താണ്. അതിന്റെ അക്കരെ മണകുണ്ടമുണ്ട്. അവിടെ ഒരു 8 ഏക്കർ പിന്നെ തെങ്ങുംപറമ്പ് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. അതിന്റെ ഒരു മൂലയ്ക്കാണ് പുരാതനമായ വീടുള്ളത്. അപ്പൊ എന്റെ ഉമ്മയ്ക്ക് 10 മാസം ഗർഭമായതിനു മുമ്പ് കുറച്ച് പടിഞ്ഞോട്ട് മാറ്റി ഒരു ചെറിയ ഓലപ്പര ഉണ്ടാക്കി ഞങ്ങൾ അവിടെ താമസിക്കാം. എന്റെ ഉമ്മായും എന്റെ ഫാദറും അവിടെ താമസിക്കുകയാണ്. അപ്പൊ 10 മാസം ഗർഭം ഉണ്ടായിരുന്ന കാലത്ത് അടുക്കളയിൽ വലിയ ചെമ്പുകാലത്ത് നെല്ല് പുഴുങ്ങുകയാണ്.
നെല്ല് മുഴുങ്ങിയിട്ട് അപ്പം മുറ്റത്ത് വായിട്ടിട്ടുണ്ട് ചുക്കുവായി. ഉമ്മ വലിയൊരു കൊട്ടകയറി നെല്ലെടുത്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ എന്നെ പ്രസവിച്ചു പോയി. പ്രസവിച്ചിട്ട് ഈ കൊട്ടയുടെ ഇപ്പുറത്താണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ ഉമ്മ ചൂട് കൊണ്ട് പുറത്തേക്ക് കൂടിപ്പോയി. ഒരു വൃക്ഷത്തിന് ചോട്ടിയിരിക്കുമ്പോഴാണ് ഒത്തിരിക്കുന്നത് പ്രസവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വീട് പകുതി കത്തിപ്പോയി. അതിന്റെ ഉമ്മ വന്ന് എന്നെ എടുത്തോണ്ട് പോകുന്നു. ആ കുട്ടിയാണ് ഞാൻ. വൈക്കത്തിനടുത്ത് പണ്ട് ബാല്യകാല സഖി ഉണ്ടായിരുന്നു. സ്നേഹിച്ചിരുന്നവർ മരിച്ചു പോവുക, ഇതിൽ അത്ഭുതകരമായി എന്താണുള്ളത്? പിന്നെ നമ്മുടെ നായകൻ മജീദ് ഉണ്ടല്ലോ, അവനിപ്പോ വലിയ കഷണ്ടിയായി പോയി. ഇതാ നീ ആ പഴയ ഗ്രാമം പറ്റി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? ഈ കുളം പണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. വെള്ളവും പോയി, മീനും പോയി, ആമ്പൽപ്പൂവും പോയി. പോട്ടെ, ഇനിയും വെള്ളമുണ്ടാകും, ആമ്പൽ പൊയ്കയും ഉണ്ടാകും. കുഞ്ഞുപാത്തുമായുണ്ടല്ലോ, അവളുടെ വെളുത്ത തുടയിൽ കടിച്ചു തൂങ്ങിയ കറുത്ത അട്ട വസിക്കുന്ന കുളമാണിത്. എന്റെ ആരെവിടെ പാത്തുന്ന? എന്റെ ആടെല്ലാം പോയി. കഥ എഴുതി പുസ്തകമാക്കി വിറ്റ് പൈസായും കൊണ്ട് വേപ്പൂരേക്ക് പോയില്ലേ, ഞങ്ങളെല്ലാം മറന്നു. ആരുമാ ചേക്കാവുന്നു. കടയിൽ കയറിയിട്ടാണോ വരുന്നത്? സ്റ്റൈലൻ കട്ടിൽ പഴയതുപോലെ നിരിപ്പുണ്ട്. ഇതെന്റേതാണ് കേട്ടോ. അബ്ദുൽ ഖാദർ അവന്റെ പേര് കൊത്തി വെച്ച് സ്വന്തമാക്കിയിരിക്കുകയാണ്. സരസിപ്പി രാമസ്വാമിജിയുടെ പോലീസ് പണ്ട് എന്റെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ കണ്ടുകെട്ടാതിരിക്കാൻ അവൻ ചെയ്ത വേറെയാണിത്. എന്റെ പിതാവായ കായിദുർ റഹ്മാനും മാതാവായ കുഞ്ഞാച്ചുമ്മായും മരിച്ചു മണ്ണോട് ചേർന്നുപോയി. ഞാൻ ജയിലിൽ കഴിഞ്ഞിരുന്ന ഓരോ രാത്രിയും എന്റെ ഉമ്മ ഉറക്ക വിളച്ച് നിന്നെ പ്രതീക്ഷിച്ചിരുന്നു. ചോറും കറികളും വിളമ്പി വെച്ച് വിളക്കും കൊളുത്തി. ആ ഉമ്മ ഇന്നില്ല. എന്റെ മാതാപിതാക്കള് എന്നെ സ്കൂളിലയച്ച് ഇംഗ്ലീഷും മലയാളവും പഠിപ്പിച്ചു. അന്ധവിശ്വാസത്തിൽ കഴിഞ്ഞിരുന്ന മുസ്ലിമുകൾക്കിടയിൽ അതൊരു വലിയ വിപ്ലവമായിരുന്നു അന്ന്. 8ാമത്തെ വയസ്സിൽ ഖുർആനൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഞാനും കുട്ടിക്കാലത്ത് ഒരുപാട് ചാമ്പങ്ങ വിറ്റിട്ടുണ്ട്. മരത്തിൽ കയറി പറിച്ചിട്ടുമുണ്ട്. വഴിയെ പോകുന്ന പെമ്പിള്ളേർക്കെല്ലാം ചുമ്മാ കൊടുത്തിട്ടുമുണ്ട്. ഇനിയും ചാമ്പങ്ങ ഉണ്ടാവും. നമ്മുടെ ആനവാരി രാമൻ നായർ, പൊങ്കുരിശ് രോമ, കണ്ണം പറയാൻ, മഴയൻ നാണു, എട്ടുകാലി മമ്മൂഞ്ഞ്, പെടപ്പൻ അവറാൻ, ഒറ്റക്കണ്ണൻ പോക്കര്, ഡ്രൈവർ പപ്പുണ്ണി, കൊച്ചു തെരേസ്യ, ഷൈനബ, മണ്ടമുത്തബായും ഒക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. മൂവാറ്റുപുഴയാറ്. കുട്ടിക്കാലത്ത് ഈ പുഴയിലെ തെളിഞ്ഞ വെള്ളത്തിൽ കുളിക്കലായിരുന്നു പ്രധാന പണി. ഇവിടെ നിന്ന് നേരെ കുറയാൻ ചെന്നാൽ 2 നദികൾ ഒന്നായി ചേർന്ന് ഉമ്മണി വലിയ ഒരു നദിയായി ഒഴുകുന്നത് കാണാം. കുട്ടിക്കാലത്ത് വീട്ടിലെ വാഴയുണ്ടല്ലോ, അതിനെ നാര് പൊക്കിയിട്ട് വീണയാക്കി സംഗീതം കേൾക്കുമായിരുന്നു. സംഗീതം എനിക്ക് ഇഷ്ടമാണ്. കുറെ പ്രായമായപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
ഒരു ഗ്രാമോഫോൺ പെട്ടി സ്വന്തമാക്കുക. പിന്നീട് ഞാൻ സ്വന്തമാക്കി പങ്കജമല്ലിക്ക്, സൈകൾ എന്നിവരുടെയൊക്കെ പാട്ട് കേട്ട് രസിക്കുമായിരുന്നു. എന്റെ കൽപ്പനമാക്കി നാരായണോപ്പ. നിന്നെ സൃഷ്ടിച്ചവനറിയാം. എന്തേ സൃഷ്ടിച്ചു? മോനെ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കും, എനിക്കറിയണം. ഒന്നും കൂട്ടിയാൽ എത്ര? ഒന്നും കൂടിയാൽ രണ്ടാവില്ല. രണ്ടാവില്ല. ഇല്ല. ആ ഒന്ന വലിയ ഒന്നാവോ ചെറിയ ഒന്നാവോ? വലിയ ഉമ്മണി വലിയ ഒന്നാവും. വലിയൊന്നും വലിയൊന്നും. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. പിന്നെ ചെറുതാ അല്ല. രണ്ടൊന്നും കൂടാ ഇല്ല. ഒന്നേ ഒന്നെ കൂടെ ഒന്നും കൂടാ ഇല്ല. അതാ എങ്ങനെയാ കുഞ്ഞുമശയൊക്കെ ശരി. പുല്ലും പുഴയും മരുഭൂമിയും മലയും വലിയ ഒന്നിന്റെ ഭാഗങ്ങളാണ്. അഗാധ വിശാല സാഗരത്തിലെ ഒരു വെള്ളമാണ് ഞാൻ. എനിക്ക് ഈ പ്രപഞ്ചത്തെ സ്നേഹത്തോട് ആരെങ്കിലും ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. വൈക്കം ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ 5th വർദ്ധയിൽ പഠിക്കുന്നു. അന്ന് ഗാന്ധിജി വൈക്കത്ത് വന്നു. പുരുഷാരത്തിൻ്റെ അവിടെ അദ്ദേഹം കാറിൽ പതിക്കെ സഞ്ചരിക്കുകയായിരുന്നു. ഞാൻ കാറിന്റെ സൈഡിൽ കാറി കയറി ഗാന്ധിജിയുടെ വലത്തെ കയ്യിൽ തൊട്ടു. ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ട്. കോഴിക്കോട്ട് കടപ്പുറം ഞങ്ങൾ ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചു. കോഴിക്കോട്ട് പോലീസ് ലോക്കപ്പ്, സബ് ജയിൽ, പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോയി. അവിടെയും കുറെ കാലം. എന്റെ വലത് കൈ കാണുമ്പോഴേ ഈ വലതുകൈയുടെ വെള്ളയിലെ ഒരു വെളുത്ത പാടുണ്ട്. അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യ സമരം ഓർമ്മ വരും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ഞങ്ങൾ പണ്ട് കണ്ണൂർ ജയിലിൽ കിടക്കായിരുന്നു. അപ്പൊ 10-600 സത്യത്തിനിടയിലുണ്ട്. സ്വാതന്ത്ര്യത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരായിട്ടാണ് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങള് ഇത് ചെയ്തത്. അപ്പൊ ഞാൻ ഒരു വിറ്റം നടക്കുമ്പോഴേ 5-6 പേര് കഞ്ചാവ് വലിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് നമുക്ക് തെറ്റല്ലേ കാണിക്കുന്നത്, കഞ്ചാവ് കൊടുക്കുന്നത്. അപ്പൊ നീയാണ് പറയാൻ വന്നത്. നമ്മൾ എന്റെ കയ്യിൽ ഇവിടെ കുത്തി ഈ കത്തി വണ്ണത്തിലെ നൂല് അല്ല പിന്നെ പഞ്ഞിയിലാണ് തീ. അത് ഞങ്ങൾക്ക് തക്കിലി നൂലൊക്കെ തന്നതാ. ഇവിടെ കുത്തി ഞാൻ വന്ന കൈവെള്ളം കുത്തിയോ. കൈവെള്ളം ഇതിൽ കൈ ഇങ്ങനെ ആ തീ ഇങ്ങനെ വെച്ച് നല്ല വലിയ തീ ഈ കട്ട ഈ കാണുന്നതാണ് ചെറുന്ന് കത്തി കിടന്നേരം. അപ്പൊ ആ ജയിലിൽ തന്നെ ഈ ഭഗത് സിംഗിന്റെ അനുയായികൾ കുറെ ആളുണ്ട്. പിന്നെ എന്റെ സ്നേഹിതന്മാർ അവരായി. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം സ്വാതന്ത്ര്യ പതാക ഈ കണ്ണൂർ ജയിലിന്റെ മുകളിൽ കയറി പറപ്പിച്ചു. അനുയായികൾക്ക് അടിയും കൊണ്ട് ഭഗത് സിംഗിന്റെ ഭീകരപ്രസ്ഥാനം, ബോംബും റിവാൾവറും കട്ടാരിയും ചോരയും ഒക്കെ. വീട്ടിലെത്തിയപ്പോൾ ഒരു ചെറിയ ഭഗത് സിംഗ് ആയിരുന്നു ഞാൻ. അതേ മീശ. ഞാൻ നേരെ കൊച്ചിയിൽ ചെന്നു. P.A. സൈനുദ്ദീനും ഞാനും കൂടി ഉജ്ജീവനം വന്ന് വാരി തുടങ്ങി. പോലീസ് അടിയിൽ പത്രം കണ്ടുകെട്ടി എനിക്ക് അറസ്റ്റ് വാറണ്ടുമായി. ഒരു രാത്രി 7-8 മൈൽ നടന്ന് ഒരു തീവണ്ടിയിൽ കയറി 10 വർഷക്കാലം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരുപാട് ജോലികൾ ചെയ്തു. പല വേഷങ്ങളും കെട്ടി. രണ്ടോ മൂന്നോ 4 കൊല്ലം ഞാൻ സഞ്ചരിച്ചു. കുറെ കാലം സൂഫിയായി നടന്നു. അനൽ ഹഖ് അഹം ബ്രഹ്മാസ്മി. തത്വത്തിന്റെ വിശാലമായ അർത്ഥത്തിൽ എല്ലാം ഏകം തന്നെ. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളെയും ഞാൻ മനസ്സാകുന്ന ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് നിർത്തിയിട്ടുണ്ട്. സന്യാസം അധികകാലം ഞാൻ തുടർന്നില്ല. സന്യാസം ഉപേക്ഷിക്കാൻ കാരണം കുറെ ആളുകളെ ഒന്നും ചെയ്യാതെ സന്യാസിക്കൊണ്ടിരിക്കുമ്പോഴേ അവരെ തീറ്റ് പോറ്റാൻ വേറെ കുറെ അധികം ആളുകൾ അധ്വാനിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായ? അപ്പൊ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ മനുഷ്യനെ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വെറുതെ അലസനായിരുന്നു ജീവിക്കുകയല്ല. പിന്നെ അവന് ഭാര്യ വേണം,
മക്കള് വേണം, ഇതൊക്കെ പ്രകൃതിയുടെ ആവശ്യം തന്നെയാണ്. അപ്പൊ ഇതൊന്നും സന്യാസത്തിലില്ല. പിന്നെ ഞാൻ ജീവിക്കുന്നതിന് സന്യാസത്തെ ഐഷായിട്ട് തന്നെ ജീവിക്കും ഇപ്പോഴും. അപ്പൊ എനിക്കാണ് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ യാതൊന്നുമില്ല, പണ്ടും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് വെറും കൈയോടെ വീട്ടിൽ വന്ന്. അപ്പോൾ വീട് പാപ്പായി തിരക്കിച്ചോടം പൊളിഞ്ഞു. കുടുംബം വളർത്തണമല്ലോ. ജോലി അന്വേഷണം നടപ്പായി. അങ്ങനെ എറണാകുളത്ത് വന്ന് ഒന്നും കിട്ടിയില്ല. ആകെക്കൂടി ഉണ്ടായിരുന്നത് എന്റെ ജീവിതാനുഭവങ്ങളാണ്. അതുവഴി പതുക്കെ എഴുതാൻ തുടങ്ങി. അപ്പോൾ എഴുത്തുകാരനാണെന്നായിരുന്നു കുട്ടിക്കാലത്ത് ആഗ്രഹം? കുട്ടിക്കാലത്ത് ഫയൽമാൻ ആവണമെന്നാണ് പുസ്തികാരൻ. പിന്നെ എഴുത്തുകാരനാണെന്ന് ആഗ്രഹിച്ചത്. കാരണം ഞാൻ വൈക്കം ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേ വൈക്കത്തെ അക്ഷമിക്ക് പുസ്തകങ്ങൾ കച്ചവടക്കാർ വരും. അപ്പൊ എന്റെ സ്നേഹിതന്മാരുടെ വീടിന്റെ വരാന്തയിലാണ് കച്ചവടം. അവ എനിക്കൊരു നോവൽ എടുത്തിരുന്നു വായിക്കാൻ 4 മണിക്ക്. ഞാനത് രാത്രി മുഴുവനിരുന്ന് വായിക്കും. ഞങ്ങളുടെ വീട്ടിലെ അങ്ങേരെന്ന് പറഞ്ഞ ഇൻഡസ്ട്രി മിറ്റോടിക്കുന്ന ശബ്ദം കേട്ടാണ് വായന നടത്തുന്നത്. അപ്പൊ ഞാൻ ഈ വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും നോവലുകളിലും നീതി കഥാപാത്രങ്ങൾ, കള്ളന്മാര്, കൊലപാതകികള്, വഞ്ചകരെല്ലാം മുസ്ലിമുകളാണ്. മനസ്സിലായ? അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ എന്റെ പിതാവും എന്റെ അമ്മാവന്മാരും മറ്റു പല ആളുകളിലും ആരും കള്ളന്മാരും ഒന്നുമില്ല. എനിക്ക് വഴിയുള്ള ആരുമില്ല. അപ്പൊ അതെന്റെ മനസ്സിൽ കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വലുതാകുമ്പോ ഞാൻ എഴുതും എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആദ്യത്തെ കഥ ആദ്യം ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷാണ് എഴുതിയത്. ഇംഗ്ലീഷിലാണ്. ഡയറി ഗ്രൂപ്പുമായിട്ട് പോയി സഞ്ചാരത്തിനിടയിൽ എഴുതിയിട്ടുള്ള. പിന്നെ കഥയെ തങ്കം എന്ന് പറഞ്ഞാൽ എന്റെ തങ്കം എന്നൊരു കഥയാണ്. അത് എറണാകുളത്ത് ഞാൻ ജോലി അന്വേഷണം നടക്കുമ്പോഴേ ഒരു ബ്രാഹ്മൺ, ഗൗരവശ്രേഷ്ഠ ബ്രാഹ്മണന്റെ ഒരു, അപ്പൊ എനിക്ക് ആളറിഞ്ഞൂടാ, ഒരു പത്രം ജയകേസരി എന്ന് പറഞ്ഞൊരു പത്രം. ഞാൻ അവിടെ കയറി എനിക്ക് എന്തെങ്കിലും ജോലി വരണം പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് വെളുത്ത സുമുഖനായ ആള് ചിരിച്ചുകൊണ്ടിട്ട് ഇരിക്കാൻ പറഞ്ഞു. പറഞ്ഞ് ഇവിടെ പത്രാധിപരും എഴുത്തുകാരനും ഈ വിൽപ്പനക്കാരനും പ്രൂവ് റീഡറും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ ഒരാളെ അപ്പൊ ഞാൻ എന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിർത്താൻ സാധിക്കും, നിങ്ങൾക്ക് എഴുതാമെങ്കിൽ വല്ലതും എഴുതി, ഞാനത് പബ്ലിഷ് ചെയ്യാം. അങ്ങനെ എഴുതിയതാണ് എന്റെ തങ്കം. അതുപോലെ 3 കഥ എഴുതി കൊടുത്തിട്ട് എനിക്കന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഹോട്ടലിലെ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 11 തന്നു. അതായത് ഏതാണ്ട് 3/4 രൂപ. ഇപ്പൊ ഒരു കഥയ്ക്ക് 1000 രൂപ അവരൊക്കെ കിട്ടുവേ. അപ്പൊ ഈ ഹോട്ടലിലെ കാശ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം എന്തായാലും ഞാൻ എറണാകുളത്ത് താമസിക്കില്ലേ. എറണാകുളത്ത് താമസിക്കുമ്പോ എന്റെ വീട്ടിൽ വാറണ്ടുണ്ടല്ലോ, ബജറ്റ് പിന്നെ കിടക്കാൻ പാടില്ല. അപ്പൊ ഈ ഉത്തരവാദിത്തം മഹാരാജാവിന്റെ കീഴിൽ വേണമെന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതിന് ഞാൻ ഒരുപാട് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലാണ് ഹതഭാഗ്യ എന്റെ നാടെന്ന് പറഞ്ഞിട്ട് സാധനം എഴുതി. അപ്പൊ ഒരു 4-5 പത്രങ്ങള് ബാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതിയ പത്രങ്ങളൊക്കെ ബാൻ ചെയ്യും. അപ്പൊ ഇത് പിന്നെ ഒരു പുസ്തകമാക്കി തമരാക്കെന്തോ അതും ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എഴുതുന്നതൊക്കെ ബാൻ ചെയ്ത്, പ്രേമലേഖനം എന്ന് പറഞ്ഞ സാധനം ബാൻ ചെയ്തിട്ടുണ്ട്. വേറെ അതുപോലെ പലതൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് മുദ്രയും ബുദ്ധിയിലുണ്ടായിരുന്നു. എനിക്ക് തിരുവിതാംകൂറിൽ കടന്നുകൂടാ, വീട്ടിലും പോയിക്കൂടാ, എവിടെയും പോലീസ് കേട്ട. എന്റെ കിടക്കയും പെട്ടികളും ഗ്രാമഫോൺ പെട്ടിയും ചാർജശാലയൊക്കെ ആയി ഒരുപാട് ദിക്കുകളിലേക്ക് താമസം മാറ്റി നിന്നു. എനിക്കാരുമില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തത്വശാസ്ത്രമുണ്ട്. എല്ലാവരുമായി ബന്ധമുണ്ട്. എന്ത് ബന്ധം? നിങ്ങൾക്ക് പൊക്കിളുണ്ടോ? പൊക്കിളോ? അതുകൊണ്ട് എന്ത് ബന്ധം? നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ബന്ധപ്പെട്ടിരുന്നു. നിങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛനോട്. ചുരുക്കത്തിൽ ലോകത്തിലുള്ളവരെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടവരാണ്. ജീവിതത്തിൽ എന്ത് കാര്യം? ഈ ലോകം മുഴുവൻ നിങ്ങളുടെ മുമ്പിലില്ലേ? ജീവിതവും ഇല്ല. ജീവിതം താറുമാറായി പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. എല്ലാ ശക്തിയും സംഭരിച്ച് ഗംഭീരമായൊരു ശ്രമം നടത്തുക. ഒരു ചെറിയ ചെടിയെങ്കിലും നട്ടുപിടിപ്പിച്ച് അതിന്റെ പൂവും കായും കാണുക. എറണാകുളത്തേക്ക് ഒരു കഥാപുസ്തകം പ്രസിദ്ധപ്പെടുത്തി, പോലീസുകാരന്റെ മകൾ. അത് ഞാൻ വീടുകൾ തോറും കടകൾ തോറും നടന്ന് വിറ്റ്. എറണാകുളത്ത് ആദ്യം ഞാൻ സർക്കിൾ ബുക്ക് ഹൗസ് നടത്തി. അതിനുശേഷം വളരെ കാലം കഴിഞ്ഞ് ബഷീർ ബുക്ക് സ്റ്റാളും നടത്തി. ഷർഷീബിക്കെതിരായി പട്ടത്തിന്റെ പേക്കിനാവ് എന്നൊരു നാടകം എഴുതി അതിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായി. Why should I be free?
ഹൂ വാണ്ട്സ് ഫ്രീഡം? ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ആർക്ക് വേണം? ജയിലിനകത്ത് കഴിയുന്നതും പുറത്ത് കഴിയുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. ഒരുപാട് ജയിലുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാർ കണ്ണാടി. താങ്ക്സ്. യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇന്നത്തെ എല്ലാ രാഷ്ട്രീയ നായകന്മാർക്കും, എല്ലാ മതപ്രതിനിധികൾക്കും, എല്ലാ ചിന്തകന്മാർക്കും, എല്ലാ പട്ടാളക്കാർക്കും, ഭൂമിയിലുള്ള ഓരോ സ്ത്രീപുരുഷന്മാർക്കും ഭയങ്കര ചൊറിച്ചിലും കടിയുമുള്ള നല്ല വരട്ടിലൊരു വരണം. പുരോഹിതൻ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ആരാധനാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നില്ല? തീർച്ചയായും എനിക്ക് കരുണാമയനായ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. വെള്ളം കിട്ടാതെ ഉണങ്ങാൻ പോകുന്ന ഒരു ചെടിക്ക് ലേശം വെള്ളം ഒഴിക്കുന്നത്, വഴിയിൽ കിടക്കുന്ന മുള്ളെടുത്ത് മാറ്റിക്കളയുന്നതും നന്മ. ഇതാകുന്നു പ്രാർത്ഥന. അനന്തമായ പ്രാർത്ഥനയാകുന്നു ജീവിതം. പിന്നെ സുൽത്താൻ. ഞാൻ സുൽത്താനൊന്നുമല്ല, ഞാൻ പാവപ്പെട്ടൊരു മനുഷ്യനാണ്. എനിക്ക് പോലീസ് ഇൻസ്പെക്ടറോ പ്രധാനമന്ത്രിയോ ഒന്നും ആവേണ്ടമില്ല. എന്നെ ഇസ്പേർ രാജാവാക്കിയാൽ മതി. ഒരു ചരിത്ര വസ്തു എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രതികളൊന്നും വേണ്ട. അപ്പോഴും ഞാൻ കഥ എഴുതിക്കൊള്ളാം.
അതോടെ എന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. കംപ്ലീറ്റ് ബ്ലാങ്ക്, ശൂന്യത മാത്രം. ആകെ സംഭ്രമം, ശുദ്ധസുന്ദരമായ ഭ്രാന്ത്, എത്ര സംഭ്രമജനകങ്ങളായ കാഴ്ചകൾ, ഭ്രാന്തമായ മനസ്സിന്റെ മായിക സ്വപ്നങ്ങൾ. നസ്യവും കണ്ണിലെഴുത്തും കഴിഞ്ഞപ്പോൾ സംഭവം ക്ലിയൻ. ഇവിടെ നിന്ന് പിരിയുമ്പോഴെടുത്ത ഗ്രൂപ്പ് ഫോട്ടോയാണിത്. ഭ്രാന്തി ചികിത്സക്കാലത്ത് പ്രധാന പണി പൂന്തോട്ടം ഉണ്ടാക്കലായിരുന്നു. പിന്നെ പാചകവും. ഇവിടെ എനിക്ക് ഒരുപാട് ഭ്രാന്തന്മാരായ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ ചെടികളെല്ലാം ഞാൻ വെച്ചുപിടിപ്പിച്ചതാണ്. വേദന മറക്കണം, എഴുതുക. ഞാനാകെ വണ്ടി നീറുകയായിരുന്നു. ആ ഘോരമായ ഇരുട്ട് കിടക്കാണ് ഞാൻ പാത്തുമ്മയുടെ ആടെന്ന് തമാശക്കര എഴുതിയത്. എന്തൊരു പോസ്റ്റ്മാനാണ്, ഒരു മണി ഓർഡറും ഇല്ല, ഒരു ബഹുമതിയും ഇല്ല. നാളെ വരുമോ? റൈറ്റ്. ഈ വേമുണ്ട് പോസ്റ്റ് ചെയ്യട്ടോ. അകത്തെ പോസ്റ്റ് ഓഫീസിൽ കയറിയിട്ട് ആ ഭിത്തിയിലെടുത്ത തൊടയിലിട്ടാ മതി. വേമനെ സൂക്ഷിച്ചോ. प्यासे दो प्यासे दिल एक हुए हैं ऐसे, दो प्यासे दिल एक हुए हैं ऐसे, बिछड़ेंगे अब कैसे, दो प्यासे ശ്രാന്തമുമ്പരം ഇതാഘോഷ്മള സ്വപ്നാക്രാന്തം ശാന്തമാരബ്ധ ക്ലേശരോമന്തം മമ സ്വാന്തം ദൃപ്തസാഗര ഭവദ്രൂപദർശനാൽ അർദ്ധസുപ്തമെന്നാത്മാവന്തർലോചനം തുറക്കുന്നു. ലോകാലോകങ്ങളുടെ സൃഷ്ടാവിൽ എന്നെ രക്ഷിക്കും. എനിക്കിതെന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിന്റെ ഈ മഹാപ്രാഭവം, ഈ മഹാത്ഭുതം. ഞാൻ വളരെ ചെറിയ ജീവിയാണ്. ചെറിയ മനസ്സിന് ഗ്രഹിക്കാൻ അസാധ്യമായ ബ്രഹ്മാണ്ഡ പ്രശ്നം. വേണ്ട വേണ്ട, എനിക്ക് ബുദ്ധി വേണമെന്നില്ല. ഒരു പക്ഷിയായാൽ മതി, ഒരു പുൽക്കുടിയായാൽ മതി. പക്ഷേ മനുഷ്യനായിപ്പോയി. ഇത് വലിയ അനുഗ്രഹവുമാണ്. ആരാണ് എന്റെ കാൽപ്പാടുകളെ മായ്ച്ചു കളയുന്നത്? എത്രയോ സ്ഥലങ്ങളിൽ എന്റെ വലിയ കാൽപ്പാടുകൾ പതിഞ്ഞു. അജ്ഞാത സുഹൃത്ത്, ഒരു ചോദ്യചിഹ്നം മാത്രമേ എനിക്ക് തരുവാനായി എന്റെ പത്രങ്ങൾ. ഞാനിത് മായ്ച്ചു കളയുവാൻ ശ്രമിച്ചതാണ്, പക്ഷേ ഫലിക്കുന്നില്ല. നിങ്ങളൊരു മിസ്റ്റേക്കാണോ? ഞാൻ പച്ചക്കറിയല്ല, അതായത് വെണ്ടയ്ക്കായല്ല.
ചിന്തയും വികാരവുമുള്ള മനുഷ്യനാണ്.